സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള കരട് ബില്ല് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വന്നേക്കും. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ CPIM നേരത്തെ തീരുമാനമെടുത്തിരുന്നു. അതേസമയം SC/ST വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വ്യവസ്ഥയുണ്ടാകും. വിവരങ്ങളുമായി വിനയരാജ് തന്നെയുണ്ട് നമ്മളോടൊപ്പം. വിനയ, എങ്ങനെയാണ് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ? അതോടൊപ്പം എന്തൊക്കെയാണ് മറ്റ് വ്യവസ്ഥകൾ? കാളിദാസ്, എന്തായാലും ഈ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനുവദിക്കാനുള്ള കരട് ബില്ലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരുന്നത്. ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് നേരത്തെ തന്നെ CPIM ഒരു അനുമതി തീരുമാനമെടുത്തിരുന്നു. ഈ അനുമതി നൽകുന്നതിനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ ബില്ല് ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ വന്നേക്കാം അല്ലെങ്കിൽ വരുമെന്നൊരു സൂചന ലഭിക്കുന്നത്. പ്രധാനമായും ഈ സർവകലാശാല വരികയാണെങ്കിൽ ആ സർവകലാശാല തുടങ്ങേണ്ട ഭൂമിയുടെ അളവ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം നിർദ്ദേശങ്ങളടക്കം ഈ കരട് ബില്ലിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സർവകലാശാല വരികയാണെങ്കിൽ അവിടെ എത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ഭൂമിയിലായിരിക്കണം, എത്ര ഭൂമി വേണം എന്ന കാര്യത്തിലടക്കമുള്ള ഒരു തീരുമാനം ഈ ബില്ലിൽ ഉണ്ടാകും. ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അടക്കം നടത്താനുള്ള അവകാശത്തോടു കൂടിയാണ് ഈ സർവകലാശാലകൾ അനുവദിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അനുമതി CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്വകാര്യ സർവകലാശാലകളിലെ ഫീസ് ആര് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഫീസ് നിശ്ചയിക്കുന്നതിന്റെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. കൂടാതെ SC/ST വിഭാഗക്കാർക്ക് ഈ സംവരണത്തിൽ ഒരു മാനദണ്ഡം ഉണ്ടായേക്കും. കൂടാതെ സർവകലാശാല തുടങ്ങേണ്ട ഭൂമിയുടെ അളവ് സംബന്ധിച്ചുള്ള തീരുമാനത്തിലാണെങ്കിലും അധ്യാപകർക്കായി സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റികളായിരിക്കും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. ഈ അധ്യാപകരെ നിയമിക്കുന്ന കാര്യങ്ങളടക്കം തന്നെ സർക്കാരായിരിക്കും അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഈ സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റി ആയിരിക്കും. ഈ കിഫ്ബി മുതൽ മുടങ്ങിയ അല്ലെങ്കിൽ മുടക്കിയ റോഡുകൾ ട്രോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ ട്രോൾ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പെട്രോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കാൻ തങ്ങൾ അനുവദിക്കില്ല, അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നടക്കം ഒരു മുന്നറിയിപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ പാലക്കാട് അനുവദിച്ച ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ CPI നേതൃത്വം എതിർപ്പടക്കം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതുമടക്കം ചർച്ചയാകും. ഈ പാർട്ടി മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കുമെന്നതടക്കം തന്നെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ CPIM ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കുടിവെള്ളം അടക്കം തന്നെയുള്ള പ്രശ്നങ്ങൾ ഈ സാധാരണക്കാരെ ബാധിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ CPIM ഒരു പ്രശ്നമായി മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം തന്നെ എന്നാൽ മന്ത്രി MP രാജേഷ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം, താൻ നേരിട്ട് പോയി തന്നെ CPI നേതാക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുമെന്നടക്കം സൂചിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കുടിവെള്ള പ്രശ്നം സാധാരണക്കാരെ അലട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളടക്കം വ്യക്തമാക്കുമെന്നടക്കം വ്യക്തമാക്കിയിരുന്നു. ആ കാര്യങ്ങളടക്കം തന്നെ അല്ലെങ്കിൽ CPI എതിർപ്പ് അടക്കം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഈ സർവകലാശാലകൾ തുടങ്ങുന്ന വിഷയമാണെങ്കിലും ഈ ട്രോൾ പിരിവിന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ പാലക്കാട് ബ്രൂവറി വിഷയമാണെങ്കിലും തന്നെ ചർച്ചയാകും, വലിയ രീതിയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെ ഏതിലെങ്കിലും എതിർ അഭിപ്രായങ്ങൾ പറയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാളിദാസ്, വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇത് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ഗവർണർ മുഖ്യമന്ത്രി പോരാട്ടം അല്ലെങ്കിൽ ഗവർണർ സംസ്ഥാന സർക്കാർ പോരാട്ടം ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള സർവകലാശാല VC നിയമനങ്ങളും അതേപോലെ തന്നെ സെനറ്റ് അംഗ നിയമനങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനമാണ് ഇത് എന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, അല്ലേ? തീർച്ചയായും. എന്തായാലും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഈ സർക്കാർ ഗവർണർ പോരടക്കം ശക്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ
വരികയാണ്. അതും VC എതിർത്തുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തിവരുന്നത്. ആ കാര്യങ്ങളടക്കം തന്നെ എന്തായാലും ഇതുമായി അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതും ഈ സ്വകാര്യ സർവകലാശാലകൾ ഈ സംസ്ഥാനത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് വരുന്നതുമായി അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഓരോ കാര്യവും അതിന്റെ രീതിയിൽ തന്നെ നോക്കുക. അല്ലെങ്കിൽ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലയിൽ ഒരു അധ്യാപകനെ നിയമിക്കുന്നത് മുതൽ തന്നെ ഈ ഭൂമി ഏത് ഭൂമിയിൽ വേണം ഇത്തരത്തിലൊരു സർവകലാശാല ഉണ്ടാക്കുക എന്നടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ആലോചിച്ചുകൊണ്ടാണ് ുള്ള ഒരു തീരുമാനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ CPIM നേരത്തെ തന്നെ അനുമതി നൽകിയതുമാണ്. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ VCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇപ്പോൾ ഒരു അംഗീകാരം നൽകാനുള്ള അല്ലെങ്കിൽ ബില്ല് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരുന്നത്. കാളിദാസ്. തീർച്ചയായും വിനയ തുടരുക. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ തേടാനായി വിനയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളും തത്സമയം കാണാം.